ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നതിന് ശേഷം ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി കണ്ഠരര് രാജീവരാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന്റെ അന്വേഷണം പോകുമോ അല്ലോ നീളുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 കേസുകളാണ്. ഒന്ന് ദ്വാരപാലക ശില്പം കൊണ്ടുപോയതും രണ്ടാമത്തേത് കട്ടളപ്പാളി കൊണ്ടുപോയതും. ഈ 2 കേസുകളിലും പ്രതി ഇറക്കപ്പെട്ടിരിക്കുന്നതിൽ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി ഒരേ ഒരാൾ അറസ്റ്റിലാകാനുള്ളതെന്ന് പറയുന്നത് മുൻ ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീയാണ്. ജയശ്രീയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. ഇന്നും ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തരുത് എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചെയ്തതിനു ശേഷം അവരെ വിട്ടയക്കുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. മറ്റെല്ലാം ആളുകളും പ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി തന്നെ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായിട്ട് ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന ഇവരുടെ ഓപ്പറേഷൻസ് അത് കണക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതുമായി സാമ്യമുള്ളതാണ് എന്നുള്ള പറഞ്ഞിരുന്നു. അപ്പൊ സ്വാഭാവികമായും അതിനുശേഷം വന്നിരിക്കുന്ന 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം ഈ ശബരിമലയിൽ നിന്നുള്ള വിഗ്രഹങ്ങളുടെയൊക്കെ ഈ പകർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരുടെ കൈവശത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അത്തരത്തിൽ കൊണ്ടുപോയതിന് ശേഷം ഇതിന്റെ ഫേക്ക് ആയിട്ടുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അത് വിദേശങ്ങളിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നൊരു സംശയമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ തലത്തിലേക്ക് അന്വേഷണം നീണ്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളെക്കാൾ വ്യക്തികളെക്കാൾ അപ്പുറത്തേക്ക് ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. അതിന് എത്രത്തോളം തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം സ്വാഭാവികമായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മകുമാർ ആയിരുന്നു ഇതുവരെ അറസ്റ്റായിരിക്കുന്ന പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ശബരിമലയുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്ത്രിയാണ് ഈ കേസിൽ വന്നിരിക്കുന്നത്. ഇനി അറിയാനുള്ളത് ഇതിൽ ഈ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ പങ്കിനെ കുറിച്ചും അവരെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് സംബന്ധിച്ചാണ്. കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയിരുന്നത് തന്റെ ഓഫീസോ താനോ ഇത്തരത്തിൽ ഒരു കാരണവശാലും ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ PS പ്രശാന്തിന്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. പ്രശാന്തിനോട് വീണ്ടും ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രശാന്തിന് കുരുക്കായി നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2025 കഴിഞ്ഞ വർഷം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് PS പ്രശാന്ത് ആണ്. അപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം പ്രശാന്തിന് ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ചില വിവരങ്ങളും തെളിവുകളൊക്കെ അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അതിനെ കൂട്ടുനിന്നുള്ള സ്ഥിരീകരിച്ചു ഉണ്ടെന്നുള്ള എന്ന വിവരമല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന്റെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് SIT വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയും ഉന്നതരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. പക്ഷെ അവരിലേക്കൊക്കെ എത്രത്തോളം തെളിവുകൾ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷെ അതിനുള്ള പരമാവധി ശ്രമങ്ങളാണ് SIT ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. ഒരു ഘട്ടത്തിലും നമ്മൾ